തുലാം രാശിക്കാരെ, ഇന്ന് ഒരു കാര്യം മനസ്സിൽ വെക്കൂ. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യാദൃച്ഛികമല്ല. ഗ്രഹങ്ങൾ ഒരു സന്ദേശം നൽകാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എന്തോ ഒന്ന് മാറാൻ പോകുന്നു. പണം, ഭാഗ്യം, വിധി ഇവ ഒന്നിച്ചു ചലിക്കുമ്പോൾ ആ ഊർജം ആദ്യം ആർക്ക് അനുഭവപ്പെടും? തുലാം രാശിക്കാർക്ക്. ഇന്ന് നിങ്ങളിൽ പലർക്കും ഒരു ഭാരം അനുഭവപ്പെടുന്നുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത്രയും ശ്രമിച്ചിട്ടും ഫലം കിട്ടാത്തത് എന്ന ചോദ്യം ഉള്ളിൽ ഉയരുന്നുണ്ടാകും. ആ ചോദ്യത്തിന് ഇന്ന് ആകാശം ഉത്തരം നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കാരണം ഇന്ന് ഗ്രഹസ്ഥാനം ഒരു വലിയ മാറ്റത്തിന്റെ വക്കിൽ നിൽക്കുന്നു. ആ മാറ്റം നിങ്ങൾ അർഹിക്കുന്ന ഫലം നൽകാൻ തയ്യാറെടുക്കുകയാണ്. തുലാം രാശി ശുക്രൻ ഭരിക്കുന്ന ഈ രാശി സൗന്ദര്യത്തിന്റെ, സന്തുലനത്തിന്റെ, ബന്ധങ്ങളുടെ, ഭൗതിക ഐശ്വര്യത്തിന്റെ ഇരിപ്പിടം. ഇന്ന് ആ ശുക്ര ഊർജം ഒരു പ്രത്യേക ദിശയിൽ ഒഴുകുകയാണ്. ആ ഒഴുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ പോകുന്നു. ഇന്ന് പണം വരുമോ? ഈ ഒരൊറ്റ ചോദ്യമാണ് ആയിരക്കണക്കിന് തുലാം രാശിക്കാരുടെ മനസ്സിൽ ഉള്ളത്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് ഞാൻ നിങ്ങളോട് നേരിട്ട് പറയും. ഒരു ഗ്രഹസ്ഥാനം പോലും മറച്ചുവെക്കാതെ. ഈ ഒരു ദിവസം ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ചെറിയ അശ്രദ്ധ പോലും ഒരു വലിയ അവസരം നഷ്ടപ്പെടുത്തിയേക്കാം. ഒരു ചെറിയ ജാഗ്രത, ഒരു ചെറിയ വിശ്വാസം, ഒരു ചെറിയ പ്രാർത്ഥന, ഇത് മൂന്നും ഒരുമിച്ചു ചേർന്നാൽ ഇന്ന് ആ ദൈവ ഇടപെടൽ നടക്കും. ആ ഇടപെടൽ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ ആണ് വരാൻ പോകുന്നത്, അതാണ് ഇന്ന് ഞാൻ വിശദമായി പറയാൻ പോകുന്നത്. ഒരു കാര്യം കൂടി, ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങളുടെ ഇഷ്ടദേവന്റെ നാമം കമന്റ് ചെയ്യൂ. ആ ഒരു നിമിഷത്തെ ഭക്തി നിങ്ങളുടെ ദിവസം മാറ്റിമറിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കിടൂ. കാരണം ഈ സന്ദേശം ഒരാൾക്ക് മാത്രമുള്ളതല്ല, ഇത് ദൈവം നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന്. കൂടാതെ നിങ്ങളുടെ ജന്മനക്ഷത്രം അനുസരിച്ചുള്ള വ്യക്തിഗത ജ്യോതിഷ വായന, വിവാഹ പൊരുത്ത പരിശോധന ഇവ ആഗ്രഹിക്കുന്നവർ കമന്റ് വിഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ നോക്കൂ. ദൈവകൃപ ഉള്ളിടത്ത് ജ്ഞാനവും ഉണ്ടാകും. ഇനി നമുക്ക് ഗ്രഹ ഊർജ്ജത്തിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഗുരു, വ്യാഴം ഒരു സവിശേഷ സ്ഥാനത്താണ്. തുലാം രാശിക്കാരുടെ ഭാഗ്യഭവനത്തിൽ ഗുരു ചലിക്കുമ്പോൾ ഒരു കാര്യം നിശ്ചിതമാണ്, ആ ഭാഗ്യം ഉടൻ പ്രകടമാകില്ല, പക്ഷേ അത് ഉള്ളിൽ ഉണ്ട്. ഒരു നദി ഭൂമിക്കടിയിൽ ഒഴുകുന്നതുപോലെ. ഗുരുവിന്റെ ഈ ദൃഷ്ടി ഇപ്പോൾ ഒരു ശക്തമായ ഊർജം പ്രവഹിപ്പിക്കുകയാണ്. ആ ഊർജം ആദ്യം ധനഭവനത്തിൽ ആണ് പ്രകടമാകുന്നത്. ഇന്ന് ഈ ദിവസം ഒരു ചെറിയ ധനലാഭ സൂചന നിങ്ങൾ ശ്രദ്ധിക്കും. അത് ഒരു ഫോൺ കോൾ ആകാം, ഒരു ആൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, ഒരു ആശയം ഉള്ളിൽ ഉദിക്കാം. ഈ നിമിഷം അവഗണിക്കരുത്. ശനി. ഇന്ന് ശനിയുടെ ദൃഷ്ടി തുലാം രാശി ഒരു കർക്കശ ഓർമ്മപ്പെടുത്തൽ നൽകുകയാണ്. ശനി ഒരിക്കലും ഒളിഞ്ഞ ആഘാതം ഉണ്ടാക്കില്ല. ശനി നേരിട്ട് ചോദിക്കും, നീ ഇതിന് അർഹനാണോ? ആ ചോദ്യം ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. ശനി ആഗ്രഹിക്കുന്നത് ന്യായമായ ശ്രമം, ക്ഷമ, ആത്മനിയന്ത്രണം ഇവ ഉള്ളവർക്ക് ശനി ഒരിക്കലും ശത്രുവല്ല. ഇന്ന് ശനി നൽകുന്ന ഒരു സൂചനയുണ്ട്, ചെലവ് നിയന്ത്രിക്കൂ, ദുർവ്യയം ഒഴിവാക്കൂ, ആവശ്യമില്ലാത്ത ഇടപാടുകളിൽ ഇന്ന് ഏർപ്പെടരുത്. ഇന്ന് ശനി നൽകുന്ന ഈ ഉപദേശം പാലിക്കുന്നവർക്ക് ഒരു വലിയ ധനനഷ്ടം ഒഴിവാകും. രാഹു. ഈ ഗ്രഹം ഇപ്പോൾ ഒരു അസ്ഥിരമായ ഊർജം ഉണ്ടാക്കുന്നു. തുലാം രാശിക്കാർക്ക് ഇന്ന് ചില ഭ്രമങ്ങൾ ഉണ്ടാകും. ഒരു അവസരം വലുതായി തോന്നും, ഒരു ആൾ ആഗ്രഹം ഉണ്ടാക്കും, ഒരു നേട്ടം ഉടൻ കിട്ടും എന്ന് തോന്നും. ഇവ പലതും രാഹുവിന്റെ മായ ആണ്. ഇന്ന് വലിയ ധൈര്യത്തോടെ ഒരു പുതിയ ഇടപ്പഴക്കത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് ഒന്ന് ആഴത്തിൽ ആലോചിക്കൂ. രാഹു ചതിക്കില്ല, എന്നാൽ ബദ്ധശ്രദ്ധ ഇല്ലാത്തവരെ ആ മായ ഒരു കെണിയിൽ വീഴ്ത്തും. കേതു. ഇന്ന് കേതുവിന്റെ ദൃഷ്ടി ആത്മജ്ഞാനം ഉണ്ടാക്കുകയാണ്. ഒരു ഉള്ളൊഴുക്ക്, ഒരു ഉൾവിളി, ഇത് ചെയ്യൂ, ഇത് ഒഴിവാക്കൂ, ഈ ആന്തരിക ശബ്ദം ഇന്ന് ശ്രദ്ധിക്കൂ. കേതുവിന്റെ ഈ ഊർജം ആധ്യാത്മിക ഉണർവ് ഉണ്ടാക്കും. ഇന്ന് ഒരു ആഴ്ച മുൻപുണ്ടായ ഒരു ഓർമ്മ, ഒരു സ്വപ്നം, ഒരു ആഗ്രഹം ഇവ ഒക്കെ കൂടിക്കലർന്ന് ഒരു ഗ്രഹീകരണം ഉണ്ടാകും. ആ നിമിഷം, ആ ഗ്രഹീകരണം ഇന്നത്തെ ഏറ്റവും വലിയ ദൈവദത്ത സമ്മാനമാണ്. ഈ ഗ്രഹ ഊർജങ്ങൾ ഒരുമിച്ചു ചേർന്ന് ഇന്ന് തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു കർമ്മചക്ര തിരിയൽ ഉണ്ടാകുകയാണ്. ഈ തിരിയൽ ഒരു ആരംഭമാണ്, ഒരു അന്ത്യമല്ല. ഒരു വാതിൽ ഇപ്പോൾ ഇളകുകയാണ്. ആ വാതിൽ തുറക്കണോ? ആ തീരുമാനം ഇന്ന് നിങ്ങൾ എടുക്കേണ്ടതാണ്. ഇനി പരിഹാരങ്ങളിലേക്ക്. ഈ ദിവസത്തെ ഗ്രഹദോഷങ്ങൾ ശമിപ്പിക്കാനും ഭാഗ്യം ആകർഷിക്കാനും ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ആത്മീയ മാർഗങ്ങൾ ഉണ്ട്. ഇന്ന് രാവിലെ ഉണർന്ന ഉടൻ ഒരു ദൈവനാമം ഹൃദയത്തിൽ ഉരുക്കഴിക്കൂ. ആ ഒരൊറ്റ നിമിഷം ദിവസം മുഴുവൻ ഒരു ദൈവ ആവരണം ഉണ്ടാക്കും. ഒരു ദിവ്യ ഊർജ കവചം. ഒരു ഗ്രഹദൃഷ്ടിക്കും ആ കവചം ഭേദിക്കാൻ ആകില്ല. ശുക്രനെ ശക്തിപ്പെടുത്താൻ ഇന്ന് വെള്ള നിറത്തിലുള്ള ഒരു വസ്ത്രം ധരിക്കൂ. ഒരു പൂ, ജാതിക്കപ്പൂ ആകാം, ചമ്പ ആകാം, ദൈവസന്നിധിയിൽ അർപ്പിക്കൂ. ഈ ഒരൊറ്റ പ്രവൃത്തി ശുക്ര ഊർജം ഇരട്ടിക്കും. ധനം ആകർഷിക്കും, ബന്ധങ്ങൾ ശക്തിപ്പെടും. ശനി ദോഷം ശമിക്കാൻ ഇന്ന് ഒരു ദരിദ്ര വ്യക്തിക്ക് ഒരൊറ്റ ഭക്ഷണദാനം, ഒരു ഗ്ലാസ് ജലം ആകാം, ഒരു ചപ്പാത്തി ആകാം. ശനി ദയ ഉള്ളവരെ ഒരിക്കലും ശിക്ഷിക്കില്ല. ആ ദയ ഒരു ദൈവഭക്തിയുടെ ഏറ്റവും ഉന്നതമായ ഭാവമാണ്. ഇന്ന് ഈ ദാനം ചെയ്ത ഉടൻ ഒരു ഭാരം ഇറങ്ങുന്നത് നിങ്ങൾ അനുഭവിക്കും.
രാഹുദോഷം ഒഴിവാക്കാൻ ഇന്ന് ഒരു ക്ഷേത്ര ദർശനം ചെയ്യൂ. ഇല്ലെങ്കിൽ ഒരു ദൈവചിത്രത്തിനു മുൻപ് ഒരു ദീപം തെളിക്കൂ. ആ ദീപജ്വാല ഇരുട്ടിനെ ഓടിക്കും. രാഹുവിന്റെ ഊർജം ഒഴിഞ്ഞു പോകും. ഇന്ന് ആ ദീപം തെളിഞ്ഞ ശേഷം ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിക്കൂ. ആ ഉദ്ദേശം ദൈവം കേൾക്കും. കർമ്മശുദ്ധി ഉണ്ടാകാൻ ഇന്ന് ഒരൊറ്റ ക്ഷമ. നിങ്ങളോട് തെറ്റ് ചെയ്ത ഒരാളോട് മനസ്സിൽ ക്ഷമ ചൊല്ലൂ. ആ ക്ഷമ ഒരൊറ്റ നിമിഷത്തിൽ ഒരു കർമ്മ കെട്ടഴിക്കും. ആ കർമ്മ കെട്ടാണ് ഇത്രയും കാലം ധനം തടഞ്ഞിരുന്നത്. ആ കെട്ട് ഇന്ന് അഴിഞ്ഞാൽ ആ ഊർജ്ജ ഒഴുക്ക് ആരംഭിക്കും. ഇനി ഈ ദിവസം ഏറ്റവും ഫലപ്രദമായ ഒരു ആത്മീയ ഉറപ്പു നൽകാം. ഇന്ന് ഉൾദുഃഖം ഉള്ളവർ ഒരു ദൈവഗ്രന്ഥം, ഒരു ഭക്തിഗാനം, ഒരു ജ്ഞാനഗ്രന്ഥം, ഇവ ഏതെങ്കിലും ഒന്ന് ഇന്ന് കൈക്കൊള്ളൂ. ആ ഒരൊറ്റ പ്രവൃത്തി ആത്മചികിത്സ ആണ്. മനസ്സ് ആരോഗ്യകരമാകും. ഹൃദയം ഭാരം ഇറങ്ങും. ആ ഭാരം ഇറങ്ങിയ ഇടത്ത് ദൈവ ഊർജം ഇരിക്കും. ആ ഊർജമാണ് ഭാഗ്യം. ആ ഊർജമാണ് ധനം. ആ ഊർജമാണ് വിജയം. ഗ്രഹങ്ങളുടെ ഊർജം ഇപ്പോൾ തുലാം രാശിക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം. ഗുരു ഭഗവാൻ ഇപ്പോൾ വൃഷഭ രാശിയിൽ നിലകൊള്ളുന്നു. ഇത് തുലാം രാശിക്ക് അഷ്ടമസ്ഥാനമാണ്. അഷ്ടമത്തിലെ ഗുരു എന്നത് ഒരു ഒളിഞ്ഞ ആശീർവാദം പോലെയാണ്. ഉപരിതലത്തിൽ കഠിനമായി തോന്നും, പക്ഷേ ആഴത്തിൽ ഒരു വലിയ പരിവർത്തനം നടക്കുകയാണ്. ഗുരു അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പുറത്തുവരും. പണത്തിന്റെ കാര്യത്തിൽ ഒരുകാലത്ത് മറഞ്ഞിരുന്ന വരുമാന മാർഗങ്ങൾ ഇപ്പോൾ തുറക്കപ്പെടുകയാണ്. പക്ഷേ ഈ വരുമാനം ഉടനടി കൈക്കലാകണമെന്നില്ല. അല്പം ക്ഷമ ആവശ്യമാണ്. ശനി ഭഗവാൻ കുംഭരാശിയിൽ നിന്നും ഇപ്പോൾ തുലാം രാശിക്ക് പഞ്ചമദൃഷ്ടി ചൊരിയുന്നു. ശനിയുടെ ഈ ദൃഷ്ടി ഒരു കർശനമായ ഗുരുനാഥന്റെ കണ്ണ് പോലെയാണ്. അദ്ദേഹം നിങ്ങളെ ശിക്ഷിക്കാൻ വന്നതല്ല, നിങ്ങളെ ഉരച്ചുമിനുക്കാൻ വന്നതാണ്. ശനി ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രനാൾ കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പാടിന്റെ ഫലം എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ശനിദേവൻ കർമ്മഫലം കൊടുക്കുന്ന ദേവനാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത അധ്വാനം, ആ ഒഴുക്കിയ വിയർപ്പ്, ആ ഉറക്കമില്ലാത്ത രാത്രികൾ, ഇതെല്ലാം ഇപ്പോൾ കണക്കാക്കപ്പെടുകയാണ്. ഈ ഘട്ടത്തിൽ ശനി ഒരു ഉറപ്പു നൽകുന്നു. ആർ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചോ അവർക്ക് ഫലം ലഭിക്കും. രാഹു ഇപ്പോൾ മേഷരാശിയിൽ നിലകൊള്ളുന്നു. ഇത് തുലാം രാശിക്ക് സപ്തമസ്ഥാനമാണ്. സപ്തമത്തിലെ രാഹു ബന്ധങ്ങളിൽ ഒരു അസ്ഥിരത കൊണ്ടുവരും. ഒരു ബന്ധത്തിൽ അവ്യക്തത അനുഭവപ്പെടും. ആരെങ്കിലും ഒരു തീരുമാനം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒഴിവാക്കൽ ഇനി ദീർഘനാൾ നീണ്ടുനിൽക്കില്ല. കേതു കന്നി രാശിയിൽ ആണ്. ഇത് തുലാം രാശിക്ക് 12ാം ഭാവമാണ്. കേതു 12ൽ നിൽക്കുമ്പോൾ ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകും. ഒരു വേള ജീവിതത്തിൽ ഉപേക്ഷ തോന്നും. ഇതൊരു ദൗർബല്യമല്ല, ഇത് ഒരു ആത്മീയ ക്ഷണമാണ്. ഭഗവാൻ നിങ്ങളോട് പറയുകയാണ്, അല്പം ഉൾവലിഞ്ഞ് ആത്മനിരീക്ഷണം ചെയ്യൂ. ആ നിശബ്ദതയിൽ നിന്നും ഒരു വലിയ ഉത്തരം കണ്ടെത്തും. ഇനി ഇതിന്റെ കർമ്മതലം നോക്കാം. തുലാം രാശിക്കാർ ഈ ജന്മത്തിൽ ന്യായം, സന്തുലനം, സൗഹൃദം എന്നിവ ഉൾക്കൊള്ളാൻ വന്നവരാണ്. ഈ ജന്മത്തിന്റെ കർമ്മ ദൗത്യം മറ്റുള്ളവർക്ക് നീതി ഉറപ്പാക്കുക, സ്വന്തം ജീവിതത്തിൽ സൗഹൃദം നിലനിർത്തുക എന്നതാണ്. ഇപ്പോൾ ഗ്രഹനിലയനുസരിച്ച് ആ കർമ്മ ദൗത്യം പൂർത്തിയാകുന്ന ഒരു ഘട്ടം ആരംഭിക്കുകയാണ്. ഇത്രനാൾ ചെയ്ത ഓരോ നന്മയും ഇനി ഫലം തരും. ഇനി ഉപായങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഈ ഘട്ടത്തിൽ തുലാം രാശിക്കാർ ചെയ്യേണ്ട ചില ആത്മീയ കർമ്മങ്ങളുണ്ട്. ഇവ ഫലം ഉറപ്പാക്കാൻ സഹായിക്കും. ഒന്നാമതായി, ഓരോ ദിവസവും രാവിലെ ഉണർന്ന ഉടൻ ഭഗവത് നാമം ഉരുക്കഴിക്കൂ. ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ, ഏതെങ്കിലും ഒരു നാമം. ഈ ഒരു ശീലം മാത്രം ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. പ്രഭാതത്തിൽ ഉള്ള ആ ഒരു നിമിഷം ഭഗവാനു നൽകൂ. ആ നിമിഷം ദിവസം മുഴുവൻ ഒരു കവചം പോലെ നിങ്ങളെ സംരക്ഷിക്കും. രണ്ടാമതായി, ശനിദോഷം ഉണ്ടെന്ന് തോന്നുന്നവർ ശനിദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തൂ. ഒരു കറുത്ത വസ്ത്രം, കറുത്ത എള്ള്, ഇവ ശനിദേവന് അർപ്പിക്കൂ. ഇത് ഒരു ഭൗതിക കർമ്മം മാത്രമല്ല, ഒരു ആത്മീയ സ്വീകൃതിയാണ്. ശനിദേവനോട് പറയൂ, ഭഗവാനെ, നിങ്ങൾ തരുന്ന കഷ്ടങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു. ആ കഷ്ടങ്ങൾ വഴി ഞാൻ ശുദ്ധനാകട്ടെ. ഈ ഭക്തിഭാവം ഉണ്ടായാൽ ശനിദോഷം ഒരു വലിയ ആശീർവാദമായി മാറും. മൂന്നാമതായി, ഗുരു അഷ്ടമദോഷശാന്തിക്ക് വ്യാഴാഴ്ച ദിവസം ദക്ഷിണാമൂർത്തി ദർശനം നടത്തൂ. ദക്ഷിണാമൂർത്തി ജ്ഞാനത്തിന്റെ ദേവനാണ്. ഗുരു ഭഗവാന്റെ ഒരു ഭാവം. ഈ ദർശനം ജ്ഞാനം, ഐശ്വര്യം, ആരോഗ്യം ഇവ ഒരുമിച്ചു നൽകും. വ്യാഴാഴ്ച വ്രതം ഒരു ഘട്ടത്തേക്ക് ആചരിക്കൂ. ഈ ഒരു ചെറിയ ത്യാഗം ഗുരു ഭഗവാൻ ഓർമ്മ വയ്ക്കും. നാലാമതായി, ബന്ധങ്ങളിൽ ഉള്ള ഉരസൽ ഒഴിവാക്കാൻ ദുർഗദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തൂ. ശുക്രൻ തുലാം രാശിയുടെ ഉടം. ശുക്രന്റെ ദേവി ലക്ഷ്മി ദേവിയും ദുർഗദേവിയും ഒരുമിച്ചു ഭജിക്കൂ. ഐശ്വര്യവും ആത്മശക്തിയും ഒരേ സമയം ലഭിക്കും. ദുർഗദേവി ബന്ധപ്രശ്നങ്ങൾ അലിയിക്കും. ലക്ഷ്മി ദേവി സൗഭാഗ്യം കൊണ്ടുവരും. അഞ്ചാമതായി, രാഹുകേതു ദോഷശാന്തിക്ക് ഒരു ചെറിയ ദാനം ചെയ്യൂ. ദരിദ്രർക്ക് ഭക്ഷണം, ഉടുപ്പ് ഇതൊക്കെ കൊടുക്കൂ. ഒരു ജീവനെ സന്തോഷിപ്പിക്കൂ. ആ പുണ്യം രാഹുകേതു ദോഷം 100 ഇരട്ടി കുറയ്ക്കും. ദാനം ഒരു ആത്മീയ ശക്തിയാണ്. ദാനം ചെയ്യുമ്പോൾ ഒരു ഭാഗ്യം ഇറങ്ങി വരികയാണ്. ആറാമതായി, ഈ ദിവസങ്ങളിൽ ആരോടെങ്കിലും പഴയ ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യം ഉള്ളിൽ നിന്ന് ഒഴിവാക്കൂ. ക്ഷമ ഒരു ആത്മീയ ഔഷധമാണ്.
ഒരുവൻ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമ ഒരു ദൈവിക കവചം തീർക്കും. ഗ്രഹദോഷം ഒഴുകിപ്പോകാൻ ക്ഷമ ഒരു വഴിയൊരുക്കും. ഈ ചെറിയ ഉപായങ്ങൾ ആചരിക്കൂ, ഫലം കാണും. ഇനി ജോലിയുടെയും വ്യാപാരത്തിന്റെയും കാര്യത്തിൽ ഈ ഘട്ടം എന്ത് നൽകുന്നു എന്ന് നോക്കാം. ഇന്ന് ഒരു ചോദ്യം ഉണ്ടല്ലോ, പണം വരുമോ? ഈ ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരം കൊടുക്കുകയാണ്. ഗ്രഹനില ഇപ്പോൾ ഒരു ആദ്യ ഘട്ടത്തിലാണ്, ഒരു വഴി തുറക്കപ്പെടുന്ന ഘട്ടം. ഈ ഒരു ആഴ്ചയ്ക്ക് ഉള്ളിൽ, പ്രത്യേകിച്ചും ആദ്യ 7 ദിവസത്തിനകം, ഒരു ചെറിയ ധനലാഭം ഉണ്ടാകാൻ ഗ്രഹനില അനുകൂലമാണ്. ഇത് ശമ്പളം ആകാം, ഒരു ബില്ല് ക്ലിയർ ആകലാകാം, ഒരു ഉപഭോക്താവ് പണം തരലാകാം, ഒരു കടം വരലാകാം. ഏതെങ്കിലും ഒരു രൂപത്തിൽ ചെറിയ ധനം കൈക്കലാകും. പക്ഷേ ഇത് ഒരു വലിയ ഒഴുക്കിന്റെ തുടക്കം മാത്രമാണ്. വലിയ ഒഴുക്ക് ഇനി വരാനിരിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ഈ ഘട്ടത്തിൽ ഒരു പ്രത്യേക സൂചന ഉണ്ട്. ജോലി സ്ഥലത്ത് ഒരു ഉയർച്ചയുടെ അടയാളം കാണിക്കും. ഒരു ചർച്ച ഉണ്ടാകും, ഒരു ഉത്തരവ് ഇറങ്ങും, ഒരു സ്ഥാനക്കയറ്റം ആലോചിക്കപ്പെടും. ഈ ഒരു ആഴ്ചയിൽ ജോലി സ്ഥലത്ത് ശ്രദ്ധ ചെലുത്തൂ. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒരു ഉയർന്ന ഘട്ടം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ബിസിനസ് ഉള്ളവർക്ക് ഈ ദിവസങ്ങളിൽ ഒരു പുതിയ ഉപഭോക്താവ് വരുന്നതിന്റെ സൂചനകൾ ഉണ്ട്. ഒരു ഫോൺ വിളി, ഒരു സന്ദർശനം, ഒരു ഓൺലൈൻ ആവശ്യം, ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു പുതിയ ബന്ധം സ്ഥാപിക്കപ്പെടും. ഈ ബന്ധം ദീർഘകാലം ഫലം തരും. ഇനി 14 ദിവസത്തിനകം ഒരു ഇടപാട് ഉറപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാകും. ആ അവസരം കൈവിടരുത്. ഭഗവാൻ ഒരു വഴി കൊടുക്കുന്നത് ഒരേ ഒരു തവണ ആണ്. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസവാർത്ത ഉണ്ട്. ഇനി 30 ദിവസത്തിനകം ആ ഞെരുക്കം ഒരു ഘട്ടം ഒഴിഞ്ഞു തുടങ്ങും. ഒരു ഭാഗ്യം കടന്നുവരും. ഒരു കടം തരപ്പെടും, ഒരു ഉദ്യോഗം ലഭിക്കും, ഒരു പ്രോജക്റ്റിന് ഓകെ ആകും. ഈ ഒരു ഘട്ടം കഴിഞ്ഞാൽ ജീവിതം ഒരു നല്ല ഭൂമിയിലേക്ക് കടക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, തുലാം രാശിക്കാർക്ക് ഈ സമയം അല്പം ശ്രദ്ധ ആവശ്യമാണ്. ശനിയുടെ സ്വാധീനം കൊണ്ട് ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടാം. ഉറക്കക്കുറവ്, തലവേദന, ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ ഇവ ചിലർക്ക് ഉണ്ടാകാം. എന്നാൽ ഇത് ദീർഘകാലം നിൽക്കുന്ന ഒന്നല്ല. ഗ്രഹങ്ങളുടെ ഗതി മാറുന്നതോടെ ആരോഗ്യം ക്രമേണ മെച്ചപ്പെടും. ഈ ദിവസങ്ങളിൽ ആഹാരക്രമം ശ്രദ്ധിക്കണം. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. പ്രഭാതത്തിൽ ഒരു ചെറിയ നടത്തം ശീലമാക്കുക. ഇത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ കാലഘട്ടം ഏറെ ശ്രദ്ധേയമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുരുവിന്റെ അനുഗ്രഹം ഈ ദിവസങ്ങളിൽ ലഭ്യമാകും. പരീക്ഷകൾ അഭിമുഖീകരിക്കുന്നവർക്ക് ഒരു നല്ല ഫലം കിട്ടും. മനസ്സ് ഏകാഗ്രമാക്കി പഠിക്കുക. ഉയർന്ന വിദ്യാഭ്യാസം തേടുന്നവർക്ക് അതിനുള്ള അവസരം വരാൻ പോകുന്നുണ്ട്. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല വഴി തുറക്കപ്പെടും. ക്ഷമ കൈവിടാതിരിക്കുക. യാത്രകളുടെ കാര്യത്തിൽ ഈ കാലം ഏറെ ഫലദായകമാണ്. ദൂരയാത്രകൾ ഗുണകരമായ ഫലം നൽകും. വ്യാപാര ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്ക് അത് ലാഭകരമാകും. വിദേശ ബന്ധങ്ങൾ ശക്തിപ്പെടും. ഗൾഫ് രാജ്യങ്ങളിലേക്കോ മറ്റ് വിദേശ ഭൂമിയിലേക്കോ ഉള്ള അവസരം ഈ ദിവസങ്ങളിൽ ചിലർക്ക് ലഭ്യമാകും. അതിനായി ശ്രമം ആരംഭിക്കുക. ദൈവം വഴി തുറക്കും. ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഒന്ന് പറയണം. ചില ആളുകൾ നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ ശ്രമിക്കും. വിശ്വസ്തരെന്ന് കരുതുന്നവരിൽ നിന്ന് ചതി വരാം. ഈ ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കുക. ആരോടും അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. നിങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക. ശനിയുടെ ദൃഷ്ടി ഉള്ളതിനാൽ ചിലർക്ക് ശത്രുക്കൾ ശക്തരാകും. എന്നാൽ ദൈവഭക്തിയോടും ആത്മവിശ്വാസത്തോടും മുന്നോട്ടു പോകുന്നവർക്ക് ഒരു ദോഷവും ഉണ്ടാകില്ല. പെട്ടെന്നുള്ള നേട്ടങ്ങളുടെ കാര്യത്തിൽ ചിലർക്ക് ഈ ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക ലാഭം ഉണ്ടാകും. ഒരു കാലത്ത് നൽകിയ ഒരു സഹായം ഇന്ന് ഇരട്ടിയായി മടങ്ങിവരും. ഒരു പഴയ ബന്ധം പുതിയ ഭാഗ്യം കൊണ്ടുവരും. ഒരു ചെറിയ നിക്ഷേപം വലിയ ഫലം നൽകും. ഇതെല്ലാം ദൈവത്തിന്റെ കരുണയുടെ ഭാഗമാണ്. ഇത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. ഇനി ഈ കാലഘട്ടത്തിലെ അതിദുർലഭമായ ഒരു കർമ്മ വഴിത്തിരിവിനെ കുറിച്ച് പറയാം. തുലാം രാശിക്കാർക്ക് ഇപ്പോൾ ആകാശത്ത് സംഭവിക്കുന്ന ഗ്രഹചലനങ്ങൾ ഒരു സാധാരണ മാറ്റമല്ല. ഇത് തലമുറകളിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു ദിവ്യ ഉണർവിന്റെ നിമിഷമാണ്. ഗുരുവും ശനിയും ഒരേ സമയം ഒരു പ്രത്യേക ഭാവത്തിൽ നിലകൊള്ളുമ്പോൾ ആ രാശിക്കാരുടെ ജീവിതം അടിമുടി മാറ്റപ്പെടും. ഇത് ഒരു ആത്മീയ ഉണർവാണ്. ഇത് ഒരു ദൈവിക ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ആര് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിളിയാണ്. ഈ വഴിത്തിരിവ് ബാഹ്യമായ ഒന്നല്ല, ഇത് ആന്തരികമായ ഒന്നാണ്. നിങ്ങളുടെ ചിന്തകൾ മാറും, കാഴ്ചപ്പാട് മാറും, ജീവിതത്തോടുള്ള സമീപനം മാറും. ഇതുവരെ ഒഴിഞ്ഞുമാറിക്കൊണ്ടിരുന്ന ഒരു തീരുമാനം ഇനി ഒഴിഞ്ഞുമാറാൻ പറ്റില്ല. ഇതുവരെ ഭയന്ന് നിന്ന ഒരു ചുവട് ഇനി ഭയമില്ലാതെ എടുക്കേണ്ടി വരും. ഇതാണ് കർമ്മം. ഇതാണ് ദൈവം നിങ്ങൾക്ക് ഒരുക്കിയ വഴി. ഈ കർമ്മ വഴിത്തിരിവ് ഒരു വ്യക്തിയെ ഒരൊറ്റ ദിവസം കൊണ്ട് മാറ്റിമറിക്കും. ഒരൊറ്റ തീരുമാനം കൊണ്ട് ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് തിരിഞ്ഞേക്കും. ഒരൊറ്റ കൂടിക്കാഴ്ച കൊണ്ട് ഒരു വലിയ വാതിൽ തുറക്കപ്പെടും. ഇത് ഭാഗ്യത്തിന്റെ മാത്രം കാര്യമല്ല. ഇത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു അവസരമാണ്. ആ അവസരം ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. മനസ്സ് തുറന്നിരിക്കണം. ഹൃദയം വിശാലമായിരിക്കണം. ഈ ദൈവിക ഉണർവിന്റെ ഭാഗമായി ഈ ദിവസങ്ങളിൽ ഒരു കാര്യം ചെയ്യണം.
ഓരോ ദിവസവും ഉറങ്ങുന്നതിനു മുൻപ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിൽ ദൃഢമായി ചിന്തിക്കുക. ദൈവത്തോട് ഒരൊറ്റ വാക്കിൽ ആ ആഗ്രഹം പറയുക. ആ ഒരൊറ്റ വാക്ക് ബ്രഹ്മാണ്ഡത്തിലേക്ക് ഒരു ശക്തമായ ആഗ്രഹ ഊർജം ആയി പ്രസരിക്കും. ഇത് അന്ധവിശ്വാസം അല്ല. ഇത് ആത്മശക്തിയുടെ ഒരു ഉപയോഗമാണ്. ഗ്രഹങ്ങൾ നൽകുന്ന ഊർജം ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. ഈ ദിവസങ്ങൾ അതിന് ഏറ്റവും ഉചിതമാണ്. പ്രിയ തുലാം രാശിക്കാരെ, ഈ ജീവിതയാത്ര ഒരിക്കലും ഒറ്റയ്ക്കുള്ളതല്ല. ദൈവം എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. ഇന്ന് ചോദ്യം ഉണ്ടായ ഇടത്ത് നാളെ ഉത്തരം ഉണ്ടാകും. ഇന്ന് ഇരുട്ട് ഉള്ള ഇടത്ത് നാളെ വെളിച്ചം ഉദിക്കും. ഇന്ന് കണ്ണീർ ഉള്ളിടത്ത് നാളെ ചിരി ഉണ്ടാകും. ഇത് ഒരു വാഗ്ദാനമല്ല. ഇത് ഗ്രഹങ്ങൾ കാണിക്കുന്ന ഒരു ദൈവിക സൂചനയാണ്. നിങ്ങൾ ക്ഷമ കൈവിടരുത്. ധൈര്യം കൈവിടരുത്. ദൈവഭക്തി ഒരിക്കലും കൈവിടരുത്. കാരണം ഈ 3 കാര്യങ്ങൾ ഉള്ള ഒരു മനുഷ്യനെ ഒരു ഗ്രഹദോഷത്തിനും തകർക്കാൻ സാധ്യമല്ല. ഗ്രഹങ്ങൾ ജീവിതം ഒരുക്കും. ദൈവം ആ ജീവിതം ഭദ്രമാക്കും. നിങ്ങൾ ആ ജീവിതം ആർജവത്തോടെ ജീവിക്കും. ഇനി വരുന്ന ദിവസങ്ങൾ തുലാം രാശിക്കാർക്ക് ഒരു ഉൾക്കൊള്ളലിന്റെ ദിവസങ്ങളാണ്. ഒരു ആഴത്തിലുള്ള ആത്മീയ ഉൾക്കൊള്ളൽ, ഒരു ആഴത്തിലുള്ള മനുഷ്യബന്ധ ഉൾക്കൊള്ളൽ, ഒരു ആഴത്തിലുള്ള ജീവിത ദർശന ഉൾക്കൊള്ളൽ. ഈ ഉൾക്കൊള്ളലിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കരുത്. ഇത് ദൈവം നൽകുന്ന ഒരു ദാനമാണ്. ഇതിനെ സ്നേഹത്തോടെ സ്വീകരിക്കുക. ആകാശത്തിലെ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് വഴി കാണിക്കും. ദൈവം ആ വഴി ഒരുക്കും. നിങ്ങൾ ആ വഴിയിൽ ഉറച്ച കാൽ വെക്കുക. ഈ ജ്യോതിഷ സൂചനകൾ നിങ്ങൾക്ക് ഒരു ദൈവിക ഓർമ്മപ്പെടുത്തലാണ്. ജീവിതം സുന്ദരമാണ്. ഓരോ ദിവസവും ദൈവത്തിന്റെ ഒരു പുതിയ സമ്മാനമാണ്. ആ സമ്മാനം സ്വീകരിക്കാൻ തയ്യാറായി ഇരിക്കുക. ദൈവ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും.